കേരള സർക്കാരിന്റെ വന്ദേമാതര അവഹേളനത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ബി.ജെ.പി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയത് ഭരണഘടനാ ലംഘനമെന്ന് ബി.ജെ.പി. നേതൃത്വം. പാർലമെന്റ് നിയമം പാസാക്കിയിട്ടും അവഗണന കാണിച്ച യു.ഡി.എഫ്. സർക്കാരിന് രാഷ്ട്രീയപരമായും നിയമപരമായും പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് ഇന്ന് വൈകിട്ട് യുവമോർച്ച പന്തം കൊളുത്തി പ്രകടനം നടത്തും. കേരള സർക്കാരിന്റെ വന്ദേമാതര അവഹേളനത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. ഹിമാചലിലും കർണാടകയിലും പൂർണ്ണമായും ആലപിച്ച വന്ദേമാതരം കേരളത്തിൽ ഒഴിവാക്കിയത് ജമാഅത്ത് ഇസ്ലാമിയുടെയും ലീഗിന്റെയും നിയന്ത്രണത്തിലായതിന്റെ തെളിവെന്ന് നേതാക്കൾ തുറന്നടിച്ചു. മുഹമ്മദ് അലി ജിന്നയുടെ വിഭജന രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടെന്നും വന്ദേമാതര അവഹേളനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും സംഘവും രാഷ്ട്രീയമായും നിയമപരമായും കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ മുന്നറിയിപ്പ് നൽകി. മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഞാൻ ഇപ്പോൾ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാണ്. നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങൾ ലംഘിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവും എന്ന് ഇന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്തായിരിക്കും കോൺസിക്വൻസസ്? അത് ലീഗലായിരിക്കോ, പൊളിറ്റിക്കലായിരിക്കോ, ലീഗലും പൊളിറ്റിക്കലായിരിക്കോ? ഇതെല്ലാം വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ അതെല്ലാം ജനങ്ങൾ മുമ്പിൽ ഞങ്ങൾ മുമ്പോട്ട് അവതരിപ്പിക്കും. പാർലമെന്റ് പാസാക്കിയ നിയമം രാജ്യത്തിന്റെ നിയമമാണെന്നും അറിയില്ലെങ്കിൽ കോൺഗ്രസ് അത് പഠിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ്? കേരളത്തിൽ മാത്രം ഈ ദേശീയ ഗീതം പാടാൻ ഇവിടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല. റൂൾ ഓഫ് ലോ പാലിക്കും, ഭരണഘടനയെ ലംഘിക്കില്ല, പാലിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കൂടി കടക്കാനൊരുങ്ങുകയാണ് ബി.ജെ.പി. നേതൃത്വം. യുവമോർച്ചയുടെ നേതൃത്വത്തിലും വൻ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കും. ജനം, തിരുവനന്തപുരം.